ഇതെന്നെ പരിപാടി എന്നല്ലേ. ഇന്ന് ചതുരപ്പയർ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ പറിച്ചിട്ട് കാണിച്ചിട്ടുള്ളൂ. സമയമില്ലാത്തതിൻ്റെ കുറവായിരുന്നു, കറിയാക്കി കാണിച്ചിട്ടില്ല. അപ്പം ഇതിൻ്റെ പേര് കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു. ഇതിന് ഇവിടെ നമ്മുടെ നാട്ടിലെ ചതുരപ്പയർ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഇതിൻ്റെ പേര് വേറെ ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റ് ഇടണേ. അപ്പം ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് ഇവിടെ ഇവിടുത്തെ പേര് ചതുരപ്പയർ എന്നാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതൊന്ന് തോരൻ വെക്കാൻ തേങ്ങയൊക്കെ ഒതുക്കിയിട്ടൊന്ന് തോരൻ വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് ചിലർ ചോദിക്കും, ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിക്കും, കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് ഞാനൊന്ന് റെഡിയാക്കി. ഇതിന് റെഡിയാക്കുന്നതിന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് രണ്ട് സൈഡിൽ ഇങ്ങനെ നാരുണ്ട്. ഇതുണ്ടോ, ഈ നാരുണ്ട്. നാര് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ പറിച്ച് കളയണം കേട്ടോ. പറിച്ച് കളഞ്ഞിട്ട് ഞാൻ നമ്മളിത് അരിയാം. പിന്നെ ഈ സൈഡിൽ തരുമ്പോൾ ഓണക്കത്തെ കുറച്ച് ഒരു ചെറിയ സാധനമില്ലേ, അതങ്ങോട്ട് അതും കൂടി ഇങ്ങനെ അങ്ങ് ചെത്തി എടുത്തിട്ട് വേണം നമുക്കിത് അരിയാൻ കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെയാണ്. ഇതിനൊരു ചെറിയ കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് അരിഞ്ഞിട്ട് ഇതിൻ്റെ വഴിയെ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നമ്മൾ കറി വയ്ക്കുന്നതെന്ന്. തോരൻ കാണിക്കാം. ഇതിന് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. ഞാനപ്പോൾ കഴുകി ഇതുകൊണ്ട് ഇതിലെല്ലാം ചെത്തി നാരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുഞ്ഞായിട്ട് അരിയാം കേട്ടോ. അരിഞ്ഞിട്ട് നമുക്ക് ഇതെങ്ങനെ കറി വയ്ക്കുന്നതിന് ഇത് കട്ടുള്ളതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് അരിയണം. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ള എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും അമ്മമാരാണ് അല്ലേ. നമ്മളാരും ചെറുപ്പക്കാരാണെന്നും പറഞ്ഞല്ല. നമ്മൾ ഒരു വീഡിയോയിലും പറയുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ചെറുപ്പക്കാരാണെന്ന്. ആരും പറയുന്നില്ല. അമ്മമാരൊരിക്കലും നമ്മൾ പ്രായമില്ല അങ്ങനെയൊന്നും പറഞ്ഞ് ആരോടും പറഞ്ഞ് വീഡിയോ എടുക്കുന്നില്ല. പക്ഷേ ചിലർക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നത്, നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പം നമ്മൾ അവരുടെ ധാരണ എന്താണെന്നറിയാം, വീഡിയോ കാണുന്നത് നമ്മളേതാണ്ട് ചെറുപ്പക്കാരികളാണെന്നും പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ചെറുപ്പക്കാർക്ക് മാത്രം വീഡിയോ എടുത്താൽ പോരല്ലോ, നമുക്കും എടുക്കണ്ടേ, നമ്മുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ അത്. അപ്പം നമ്മളങ്ങനെ നമ്മളതിന് വലിയ അതിതും പറഞ്ഞൊന്നും വിളിക്കും. നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നതോ നമ്മൾ അങ്ങനെയുള്ള ഒരു വീഡിയോസ്, ഒരു പാചകം ചെയ്യുന്നത്, അതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. നമ്മൾ വീട്ടമ്മമാരല്ലേ. ഞാൻ ഇന്ന് വരെ ആരോടും ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പ്രായം ഇത്രയേ ഉള്ളൂ, ഞാൻ ചെറുപ്പക്കാരിയാണെന്നും പറഞ്ഞ് ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം, നമുക്കത് ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുക, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് 16 വയസ്സുള്ളൊരു മോനുണ്ട്. ഞാനും തള്ളയാണ്, ശരിയാണ്. 16 വയസ്സുള്ളൊരു മോൻ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ എൻ്റെ പ്രായം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ എങ്കിലും നമുക്കത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലും എല്ലാവരും ചോദിക്കും, കമൻ്റ് ഇട്ടൊക്കെ ചിലർ ചോദിക്കും. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ഇച്ചിരി പ്രായമായൊരു വീഡിയോ ഇടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. എല്ലാവരും ചെറുപ്പക്കാർ തന്നെ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ കുനുകുനാന്നരിയണം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ഓരോരുത്തർ കമൻ്റ് ഇട്ടിട്ട് പോകും, തള്ളാന്ന് വിളിച്ചു. നമ്മളാരോടും നമ്മൾ തള്ളയല്ലെന്നോ നമ്മൾ പ്രായമില്ലെന്നോ ചെറുപ്പക്കാരെന്നോ ആരോടും പറയാറില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രായം, എനിക്ക് മോന് 16 വയസ്സും മോൾക്ക് 12 വയസ്സും ഉണ്ട്. അപ്പം നമ്മൾ സ്ത്രീകൾ എല്ലാവരും അമ്മമാരാണ്. 18 വയസ്സുള്ള ചെറുപ്പക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും ആർക്കും ചെറുപ്പമായിട്ടിരിക്കില്ല. എല്ലാവരും വളരും, പ്രായമാകും, അമ്മയാകും, തള്ളന്മാരാകും, മുത്തശ്ശിയാകും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഈ ലോകം വിട്ട് മരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ചെറുപ്പമായിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം എന്താ അല്ലേ. അപ്പം ഞാനിത് ഇനിയിപ്പം ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിത്തെ കറി വെക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇത് ഇടണം കേട്ടോ. എന്നുവെച്ചാൽ ഇതിൽ കട്ട് പോയിട്ട് ഇത് തിളപ്പിച്ചിട്ട് വേണം നമ്മളിത് തോരൻ വെച്ച് തോരൻ വെച്ചെടുക്കാൻ കേട്ടോ. ഇതൊന്ന് വെള്ളത്തോട്ടിട്ട് ഒന്ന് ആവട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞിട്ട് അപ്പോൾ ഇതിങ്ങനെ നല്ല കട്ട് മണം വരുന്നുണ്ട്. ഇതപ്പോൾ നമ്മൾ അരിഞ്ഞിട്ട് ഇതിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് വേണ്ട അരപ്പ് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ചുമന്നുള്ളി ഇച്ചിരി, തേങ്ങ കുറച്ച്, മഞ്ഞൾ പൊടി, കാന്താരി മുളക് തൊട്ട് ഇച്ചിരി മതി, എരിവ് കുറച്ച് മതി, കാന്താരി മുളക്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിനകത്തൊട്ടിട്ട് ഒതുക്കിയെടുക്കാം കേട്ടോ. ഒതുക്കിയെടുത്തിട്ട് നമ്മളത് അവിടെ കിടന്ന് തിളച്ചത് വെന്തൊന്നും പോവില്ല കേട്ടോ, തിളച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഞങ്ങൾ വയനാട് ട്രിപ്പ് പോയായിരുന്നേ. വയനാട് ട്രിപ്പ് പോയപ്പോൾ ഞങ്ങൾ കുന്നംകുളം വരെ എങ്ങാണ്ട് ചെന്നതേ പോകുന്നതിന് മോന് പനിയായിട്ട് എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു ട്രിപ്പ് വയനാട് എത്തി എന്നൊക്കെ ചോദിച്ചാൽ. പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ല. അപ്പം പിന്നെ ഞാനിതേ തേങ്ങ ഒതുക്കിയിട്ടുണ്ട്, ബാക്കി പറയാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152
മുളക് അരപ്പൊക്കെ ഒതുക്കൊണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വയനാട് ട്രിപ്പ് പോയപ്പോൾ എനിക്ക് മോന് പനി ആയതുകൊണ്ട് ഞങ്ങൾ കുന്നംകുളം വരെ പോയിട്ട് മോൻ വിളിച്ചപ്പോൾ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് വയനാട് ട്രിപ്പ് ക്യാൻസലായി പോയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കത് കഴിഞ്ഞൊരു വലിയൊരു വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടില്ല. ഈ 2 ദിവസത്തെ യാത്രയും ക്രിസ്മസിൻ്റെ പണി ക്ഷീണം എല്ലാം കൂടെ നല്ല ക്ഷീണമുണ്ട്. ഇപ്പോഴും എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്ക് കാണുമ്പോൾ എനിക്ക് നല്ല ക്ഷീണത്തിൽ വന്ന് സംസാരിക്കും. അപ്പോൾ ഒരു വീഡിയോ ഇട്ട് കുറച്ചായില്ലേ ഓർത്ത് ഞാൻ ഈ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് ഞാൻ ഓർത്ത്. അപ്പോൾ ഈ സംഭവം തിളച്ച് അതിൻ്റെ തിളച്ച് വെന്തൊന്നും പോവില്ലേ സാധനം കേട്ടോ. തിളച്ച് ഇതിൻ്റെ കട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഊറ്റിയിട്ട് ഇനി കറി തോരൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഊറ്റിയിട്ട് വരുന്ന കാണിക്കാം. അപ്പോൾ എന്നിട്ട് കറിയാക്കുന്നത് കാണിക്കാം കേട്ടോ. ഒരു ചട്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നു. അതിനകത്തോട്ട് 2 തുള്ളി വെളിച്ചെണ്ണ കേട്ടോ. ഒത്തിരി വേണ്ട, 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കണം. നമുക്കത് ചൂടായി വരുമ്പം ഇച്ചിരി കടുക് അങ്ങോട്ട് വരണം കേട്ടോ. ചൂടായി വരട്ടെ. അപ്പോൾ അങ്ങനെ ട്രിപ്പുകളൊക്കെ ഞങ്ങളുടെ ക്യാൻസലായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഈ മാസം തന്നെ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോനെ പനിയൊക്കെ ഒന്ന് മാറിയിട്ട് ഇന്നലെ പോയി ഞങ്ങൾ അവിടെ നിന്ന് ക്യാമ്പിലായിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു വീഡിയോയിൽ. മോന് ക്യാമ്പായിരുന്നു, +1 NSSൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്ന ക്യാമ്പിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പനിയായിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നു. അപ്പം ഈ ടൂറൊക്കെ ക്യാൻസലായിപ്പോയി. ഈ അടുത്ത ക്ഷീണവും എല്ലാവരുടെയും ക്ഷീണവും തിളച്ച് ക്രിസ്മസിൻ്റെ തിരക്കും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ അടുത്ത ട്രിപ്പ് വയനാട് ട്രിപ്പ് പോകുന്നതാട്ടോ. ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പിന്നെ പോകാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പോകും. കാരണം ദൈവം തീരുമാനിച്ചിരുന്നു മോനില്ലാണ്ട് നിങ്ങൾ ട്രിപ്പ് പോകണ്ടാന്ന്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിരിക്കും അല്ലേ. ഇതുകൊണ്ട് തെന്നി പാനങ്ങ് പോയി, എണ്ണ ഒരു വഴിക്ക് പാനൊരു വഴിക്ക് അടുപ്പൊരു വഴിക്കായിപ്പോയി. അങ്ങനെ എനിക്ക് നല്ല ക്ഷീണം കേട്ടോ. അത്രയും നല്ല ദിവസം ഭയങ്കര തിരക്കും കാര്യങ്ങളും എല്ലാമായി ഭയങ്കര ക്ഷീണമായിപ്പോയി. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. കാരണം ഇഷ്ടപ്പെടുന്നവർ മാത്രം. അത് നമുക്കിപ്പോൾ എല്ലാവരോടും ഇഷ്ടപ്പെട്ട വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണം കേട്ടോ. ഞാനൊക്കെ തുടക്കമായിട്ടല്ലേ ഉള്ളൂ. ഇത് കടുക് കൂട്ടി വരാൻ കടുക് കൂട്ടി വെത്തോട്ടോ. ഇതൊക്കെ ആയി കേട്ടോ. അപ്പോൾ അരച്ചിടുവാണ്. അരപ്പൊക്കെ ഇട്ട് നമ്മുടെ സാധനം ചതുരപ്പയർ നമ്മൾ അരിഞ്ഞ് അത് തിളപ്പിച്ച് ഊറ്റി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി വേവ് അതിനില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇത്രയും വെള്ളം കൂടെ മതി. അപ്പോൾ ശർക്കര ഉപ്പിടണം കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ചതുരപ്പയർ ഇതിനകത്തോട്ടിടാം. അപ്പോൾ അരപ്പ് അങ്ങോട്ട് നിന്ന് തിളക്കട്ടെ. നമുക്ക് ഈ ചതുരപ്പയർ ഇതിനകത്തോട്ടിടാവേ. ചതുരപ്പയറും കൂടെ ഇട്ട് നമുക്കിത് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് മതി, 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് ഈ അരപ്പും ഉപ്പും എല്ലാം അതിനകത്തോട്ട് ഇല്ലാത്ത ഈ അരപ്പൊക്കെ പിടിക്കാൻ വലിയ പാടായെങ്കിലും നമുക്കിതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചു ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോഴത്തേനും ഇതൊന്ന് സെറ്റാവട്ടെ. ഇത് ചതുരപ്പയറിൻ്റെ വെള്ളമൊക്കെ വറ്റി കേട്ടോ. വറ്റി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒത്തിരി അങ്ങോട്ടേ വെള്ളം വറ്റി അങ്ങോട്ട് ഉണക്കി എടുക്കണ്ട. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരിച്ചിരി ഒരു തോർത്തി അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പിന്നെയും പറയാം, വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം, ഫോളോ ചെയ്യണം, യൂട്യൂബിൽ ഇടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. എനിക്ക് വീഡിയോ ഒക്കെ ഫസ്റ്റ് ടൈമായിട്ട് നമുക്കേ അത് അഭിനയിക്കല്ലേ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്തെങ്കിലും ഭാഗപ്പകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം എല്ലാവരും. അപ്പം കറിയൊക്കെ ഏറെക്കുറെ റെഡിയായി. നമുക്കിതൊന്ന്
ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി അങ്ങ് തോർത്തെടുക്കുമ്പോൾ ഈ ചില കറികൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഉണക്കിയെടുക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. നമ്മൾ പാവയ്ക്കൊക്കെയാണ് ശരിയാത് നമ്മളിങ്ങനെ തോർത്തി നല്ല ഉണക്കിയെടുക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കറികൾ നമ്മളിങ്ങനെ ഇച്ചിരി ഉണങ്ങി അങ്ങ് പോവാണ്ട് നല്ല ഇങ്ങനെ ഇതുണ്ടോ നല്ല പാകമായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല പാകമായിട്ട്. അപ്പം നമ്മുടെ കറി റെഡിയായി കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിനെ ഓഫ് ചെയ്യാം. ഇത് കറി പാകമായി. ഇനി നമുക്ക് വിളമ്പി ഞാൻ തന്നെ വെച്ച കറി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അല്ലാതെ ആരെങ്കിലും ടേസ്റ്റ് ചെയ്യില്ല, മക്കൾക്ക് വേണ്ട. അവരൊന്നും ചോറ് ഉണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഇതേ സമയമായിട്ടും ചോറ് ഉണ്ടിട്ടില്ല. നല്ല ചൂടാണേ. ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്കുണ്ടായ പയറല്ല. അപ്പോൾ നമ്മൾ ഇന്നും തന്നെ വെക്കണമായതുകൊണ്ട് മിക്ക ദിവസം തന്നെ വെക്കും ഞാൻ. കളയാൻ നല്ലതല്ല, നമ്മൾ വിഷമില്ലാത്ത പയറല്ല. അതുകൊണ്ട് ഞാൻ മിക്ക ദിവസം തന്നെ പറിച്ച് വെക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ വെക്കുന്ന പോലെയാണോ വേറെ രീതി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ. ഓക്കെ, താങ്ക് യു.